വളരെ പ്രാർത്ഥനയോടുകൂടിയും വളരെ ദൈവാശ്രയത്തോടുകൂടിയും ഈ പ്രഭാത സമയത്ത് ദൈവസന്നിധിയിലായിരിക്കുന്ന 25 കുടുംബങ്ങളെയും ഞാൻ ക്രിസ്തുയേശുവിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാത സമയത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ വേഗത്തിലൊരു വേദഭാഗം വായിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹഗായിയുടെ പ്രവചന പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ വചനം ഓർക്കുവിൻ. ഒന്നാമത്തത് വചനം ഓർക്കുവിൻ. രണ്ടാമത് പറയുന്നു, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് നല്ലൊരു മഹത്വം കൊടുക്കണം. വചനം എങ്ങനെയാണ് പറയുന്നത്? എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഹഗായിയുടെ പ്രവചനം 1-ാം അധ്യായം 1st chapter 1 verse 5. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക വചനം! നിങ്ങൾ അതിന്റെ ഒരു 6-ാമത്തെ വാക്യം, അതിന്റെ ഹഗായി 2nd 5 ആണ് ഞാൻ വായിച്ചത്, ചാപ്റ്റർ 2 5. ഓക്കെ, അതിൽ 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, നിങ്ങൾ ഭക്ഷിച്ചിട്ട് പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ട് തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ട് ആർക്കും കുളിർ മാറുന്നില്ല, കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. ആമേൻ. ഇവിടെ കാണിക്കപ്പെടുന്നത് നിരാശയാണ്. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹഗായിയുടെ പ്രവാചകൻ പറയുകയാണ്, ഭയപ്പെടേണ്ട എന്ന് പറയും. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹഗായി പ്രവാചകൻ ആമേൻ ബാബിലോണ്യ പ്രവാസത്തിൽ മടങ്ങി വന്ന ഒരു കൂട്ടം യഹൂദാ ജനത്തിനു വേണ്ടി സഭയെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ പ്രഭാതത്തിൽ ഇതിന്റെ ചരിത്ര പുസ്തകങ്ങളിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം സമയം നമ്മുടെ മുമ്പിൽ ഇല്ല. എന്നാൽ ഒരു കാര്യം പറയുന്നു, ഹഗായി എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം ചരിത്രകാരന്മാർ പറയുന്നത് ഉത്സവം എന്നാണ്. ശ്രദ്ധിക്കണം, ഉത്സവം. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ആ വേദഭാഗത്ത് നിന്നുകൊണ്ട് ഒരല്പമായി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇപ്പോഴോ സെരുബ്ബാബേലേ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായ യഹോസാദിന്റെ മകനായ യോശുവേ ധൈര്യപ്പെടുക, ദേശത്തിലെ സകല ജനവുമായുള്ളവയെ ധൈര്യപ്പെടുക, ധൈര്യപ്പെട്ടു വേല ചെയ്യുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളപ്പാട് ചെയ്യും. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ധൈര്യപ്പെടുക എന്നുള്ളൊരു പദമാണ്. ധൈര്യപ്പെടുക. ആമേൻ, സ്തോത്രം. എന്നാൽ 5-ാമത്തെ വാക്യത്തിലേക്ക് പറയുന്നു, ഭയപ്പെടേണ്ട. ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ട് നോക്കുമ്പോൾ സഖര്യാവിന്റെ പുസ്തകം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്. സഖര്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ ആലയമായ മന്ദിരം പണിയേണ്ടതിന്, എന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരെയും പണിയപ്പെടുന്നതിന് അടിസ്ഥാനമിട്ട നാളിലുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ വായിൽ നിന്നും ഈ വചനങ്ങളെ ഈ കാലത്ത് കേൾക്കുന്നവരെ ധൈര്യപ്പെടും. കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഈ ടോപ്പിക് എടുത്തതാണ്. അപ്പോൾ ദൈവവചനത്തിന്റെ ആഴത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിനകത്തിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ ഭയത്തിന്റെ ആത്മാവല്ല വരേണ്ടത്, പകരം ധൈര്യത്തിന്റെ ആത്മാവാണ് വരേണ്ടത്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിനകത്ത് എന്തുമായിക്കോട്ടെ,
ഒരുപക്ഷെ നിങ്ങളുടെ ആത്മീകമായ ലൈഫിനകത്തുണ്ടായിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഭൗതികമായ ലൈഫിനകത്തുണ്ടായിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം, അതേതുമായിക്കോട്ടെ. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അവൻ നീ എന്റെ വചനങ്ങളെ കാത്താൽ, നീ എന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിനകത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, അവൻ നിന്നെ ഒരിക്കലും തകർക്കുന്ന ഒരു ശക്തിയും നിന്റെ അവൻ സൈഡിൽ പോലും, എന്നുണ്ടെങ്കിൽ നിന്റെ സറൗണ്ടിൽ പോലും വരുവാൻ സമ്മതിക്കത്തില്ല. കാരണം നീ ഉറച്ചു നിൽക്കുന്നത് ദൈവത്തിലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കകത്തുമാണ്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്, അവൻ ഇയ്യോബിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇയ്യോബ് ശരീരം മുഴുവനും വ്രണം ബാധിച്ചവനും അവന് തകർച്ചകൾ മാത്രമായിരുന്നു അവന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചത്. ഹല്ലേലൂയ. മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല, സകലതും അടഞ്ഞു. ഇനി എന്താണെന്നുള്ള ചിന്തയിൽ നിന്നല്ല അവന്റെ ഹൃദയത്തിൽ, അവൻ ആരിൽ വിശ്വസിച്ചോ അവനിൽ അവൻ ഉറച്ചു നിന്നപ്പോൾ അവന്റെ ശരീരം വ്രണമായാലും അവന് വേണ്ടിയുള്ളത് സ്വർഗത്തിലെ ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്നുള്ള ആമേൻ ഒരു ഹൃദയത്തിനകത്തിൽ ഉറപ്പും ധൈര്യമുള്ളായതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ മുഴുവനും തിരികെ കൊടുത്തൊരു ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ സ്വർഗത്തിലെ ദൈവം അവന് മടക്കി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. എങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിനോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ആമേൻ നഷ്ടപ്പെട്ടതിനെ മുഴുവനും ആമേൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നീ വചനത്തിനകത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മറ്റൊന്നിലും നീ വിശ്വസിക്കേണ്ട, വചനത്തിനകത്ത് വിശ്വസിക്ക്, വചനത്തിന്റെ ബേസ്മെന്റിനകത്തിലേക്ക് കയറി നിൽക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ സകലതും മടക്കി തരുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ എന്നെയും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെയും നിങ്ങളെയും സ്പർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതിനെ ആമേൻ പറഞ്ഞ് അതിനെ ഏറ്റെടുക്കാൻ കഴിയും? ഹല്ലേലൂയ. മനസ്സിലായോ? 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സാന്നിധ്യം നമ്മളെ അകത്തുണ്ടെന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കണം. ഹോളി സ്പിരിറ്റിനെ നമ്മൾ വിട്ടുകൊടുക്കുക. കളങ്കമില്ലാത്ത ഹൃദയമായിട്ട്, പാപത്തിന്റെ കണിയെ ഒട്ടും തീണ്ടാത്തവരായിട്ട്, കള്ളം പറയാതെ അവൻ ദൈവ സാന്നിധ്യത്തിനകത്തിൽ എത്ര ഫോഷ്കിന്റെ ആത്മാവിനെ ചുമക്കുന്നവരായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, പകരം ദൈവത്തിന്റെ ആത്മാവിനെ വഹിക്കുന്നവരായി നിൽക്കണം. അതായിരിക്കണം ഈ പ്രഭാത സമയത്ത്. ഈ പ്രഭാതത്തിൽ നമ്മൾ പറയുന്നുണ്ട്, നമുക്ക് അനുഗ്രഹം വേണം, നമ്മുടെ ജീവിതത്തിനകത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയണം. ഹല്ലേലൂയ. പക്ഷെ എല്ലാം അവസാനിച്ചു കഴിയുമ്പോൾ പറയുന്നത് കേട്ടോ, 6-ാം അധ്യായത്തിൽ നിങ്ങൾ 1-ാമത്തെ അധ്യായം നിങ്ങൾ 6-ാമത്തെ വാക്യം, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ഭക്ഷിച്ചിട്ട് പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ട് തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ട് ആർക്കും കുളിർ മാറുന്നില്ല, കൂലിക്കാരന്റെ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങും. അപ്പൊ കിട്ടുന്നത് മുഴുവനും തകർച്ചയിലേക്കാണ് പോകുന്നത്. ജീവിതത്തിനകത്തിൽ എന്തൊക്കെ സമ്പാദിച്ചു കൂട്ടിയിട്ടും അതൊന്നും നിലനിൽപ്പില്ല. ആമേൻ. ഇതിന്റെ എല്ലാത്തിന്റെ ബേസിക് എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ വചനത്തിനകത്തും ദൈവത്തിന്റെ ആമേന പരിശുദ്ധമായ ഹൃദയത്തിനകത്തും നാം വസിക്കുക. അതുകൊണ്ടാണ് 5-ാമത്തെ വാക്യത്തിന്റെ 1-ാമത്തെ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർക്കുവിൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർക്കുക. അപ്പോൾ ഒരു മോശയ്ക്ക് ദൈവം കൊടുത്ത ആ അടിസ്ഥാനമായ ഘടകങ്ങൾ അത് പാലിക്കേണ്ടത് ചെളി കുഴച്ച് വൈക്കോലിട്ട് ചവിട്ടി മെതിച്ച കാലുകൾ കൊണ്ട് നടന്ന് ആമേൻ മിസ്രയീമിൽ നിന്നും തങ്ങൾ വിടുവിക്കപ്പെട്ട് ഇസ്രായേലിലേക്കുള്ള യാത്രയിൽ ആമേൻ ഹല്ലേലൂയ അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, എന്റെ വചനത്തിനകത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു. എത്രയൊക്കെയോ പ്രതികൂലങ്ങൾ ജീവിതത്തിനകത്തിലോ കടന്നു വന്നു. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല. ആമേൻ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന, കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന, ആമേൻ കർത്താവിന്റെ വചനത്തിലൂടെ നമ്മളെ ഏറ്റവും അടുത്ത് നമ്മളെ സ്നേഹിച്ച്
അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ആമേൻ സ്തോത്രം, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നാണ്. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ അരികിൽ നിൽക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ ആത്മാവുമായിട്ട് നിൽക്കണം. തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ ആത്മാവ് എന്താണ്? പരിശുദ്ധ ആത്മാവാണ്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ബന്ധത്തിനകത്തിലേക്ക് കയറി നിൽക്കുമ്പോൾ ഞാൻ പറയുന്നു, ആമേൻ ഹല്ലേലൂയ, എല്ലാ ആമേൻ സോഴ്സുകളും എല്ലാ വിഷയങ്ങൾക്കകത്തും ഒരു അസാധാരണമായൊരു ഓപ്പണിങ്ങിനെ തന്ന് സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ അതിനെ വിശ്വസിക്കാൻ കഴിയും? അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞത്, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ ആമേൻ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ആത്മാവില്ലേ? ആത്മാവിന്റെ സാന്നിധ്യമില്ലേ? അല്പം പ്രശ്നം എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ ഉടനെ പതറിപ്പോകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് വസിക്കപ്പെടുമ്പോൾ പറയണം ഹല്ലേലൂയ. ഓരോന്നോരോന്നും നമ്മൾ ആമേൻ ദൈവവചനത്തിന്റെ അകത്ത് ഞാൻ പറയും ആമേൻ ഹല്ലേലൂയ, കർത്താവിന്റെ ആമേൻ ഞാൻ അടക്കം ആമേൻ നമുക്കൊരു 200 വചനങ്ങളെങ്കിലും നമുക്ക് ബൈഹാർട്ടായിരിക്കും. ഇത് പഠിച്ച് ഹല്ലേലൂയ പ്രോബ്ലംസുകൾ വരുമ്പോൾ ആമേൻ ആ വചനം എടുത്ത് പറയാൻ തുടങ്ങണം. പറഞ്ഞ് ആമേൻ സ്തോത്രം നമ്മൾ ബിൽഡാകാൻ തുടങ്ങാം. ഏത് വിഷയങ്ങൾ മുമ്പിൽ വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആ വചനത്തെ നമ്മൾ പ്രൊക്ലെയിം ചെയ്യാൻ തുടങ്ങണം. ആ വചനത്തെ പ്രൊക്ലെയിം ചെയ്യുമ്പോൾ ആമേൻ ഞാൻ പറയും ആ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മശക്തി വ്യാപരിക്കാൻ തുടങ്ങും. സാധാരണ പറയുന്നതല്ല, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ. കഴിഞ്ഞ രാത്രിയിൽ എന്നെ കുവൈറ്റിൽ നിന്നൊരു അമ്മ വിളിച്ചു. എന്നോട് പറഞ്ഞു, എൻ്റെ മക്കൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു, ഒന്ന് പ്രാർത്ഥിക്കണം. ആമേൻ സ്തോത്രം. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇത് ലഭിച്ചത്? എങ്ങനെയാണ് ഈ നമ്പർ കിട്ടിയത്? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഈ വചനം ഇങ്ങനെ കേട്ടു. കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു ആമേൻ മോർണിംഗ് സെക്ഷനിൽ എടുത്തൊരു മെസ്സേജ് അവർ കേട്ടു. അത് കേട്ടിട്ട് അവർ വിളിച്ചതാ. ആമേൻ. ഞാൻ പറയും ആമേൻ, നമ്മുടെ കർത്താവ് വചനത്തിന്റെ അടിസ്ഥാനത്തിനകത്ത് നമ്മളെ മെനഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പലരുടെയും കുടുംബത്തിനകത്തിലേക്ക് ആ വചനത്തിന്റെ ശക്തി ഇറങ്ങി ചെല്ലുമ്പോൾ ആമേൻ വിടുതലിന്റെ കരം ആരംഭിച്ചു തുടങ്ങിയിരിക്കും. ഹല്ലേലൂയ. അത് മറ്റൊന്നിലുമല്ല, വചനത്തിന്റെ ആത്മശക്തി വെളിപ്പെടുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തിയോ കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ആമേൻ ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 30-31 വാക്യങ്ങളിലേക്കൊന്ന് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കും. മത്തായി എഴുതിയ സുവിശേഷം മാത്യു ചാപ്റ്റർ 10 വേഴ്സ് 30-31. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ബട്ട് ഈവൻ ദ ഹെയർസ് ഓഫ് യുവർ ഹെഡ് ആർ ഓൾ നമ്പേർഡ്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആമേൻ. സൃഷ്ടിച്ചവനറിയാം അതിന്റെ കണക്ക്. അതിനകത്തുനിന്ന് ഒന്ന് കൊഴിഞ്ഞു പോയാൽ ആമേൻ സ്തോത്രം എൻ്റെ ദൈവത്തിനറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും കണ്ടുകൊണ്ട് ആമേൻ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ആമേൻ സ്തോത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല വിഷയത്തെക്കുറിച്ചും എൻ്റെ കർത്താവിനറിയാം. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത പദം പറയുന്നത് 30-ാമത്തെ വാക്യം പറയുന്നു. 31-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. So do not be afraid. You are of more value than many sparrows. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ ആമേൻ സ്തോത്രം എൻ്റെ കർത്താവിന് പ്രിയപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പറയാൻ ധൈര്യമുള്ള, ഇങ്ങനെ പറയാൻ ആമേൻ സ്തോത്രം ഒരു ഉറപ്പുള്ളൊരു ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം, എന്തിനാണ് നാം ഭയപ്പെടുന്നത്? എന്തിനാണ് നാം ആമേൻ സ്തോത്രം പിറകോട്ട് ചിന്തിക്കുന്നത്? മുന്നോട്ട് പോകാനുള്ള ആത്മകത നമ്മുടെ ജീവിതത്തിനകത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആ കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ എൻ്റെ ജീവിതത്തിനകത്തിൽ ഇനി ഞാൻ ആമേൻ അല്പം പോലും പിറകോട്ട് പോകത്തില്ല.
അവൻ എൻ്റെ ആത്മാവിനെ ഞാൻ എൻ്റെ യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ യേശുവിൻ്റെ സാന്നിധ്യത്തിനകത്തിരിക്കുമ്പോൾ ആ യേശുവിനെ വഴി നടത്തുമെന്നുള്ള പൂർണ്ണ ബോധ്യം എൻ്റെ അകത്തുണ്ട്. ഏതൊക്കെ വലിയ പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു കഴിഞ്ഞാലും, ഏതൊക്കെ ശക്തികൾ എന്നെ തകർക്കാൻ ശ്രമിച്ചാലും, അതിനകത്ത് ജയത്തിന്റെ കൊടിയെ ഉയർത്തിക്കൊണ്ട് തന്നെ, ജയത്തിന്റെ ശക്തിയെ ഉയർത്തിക്കൊണ്ട് തന്നെ, ആമേൻ, ഭയപ്പെടുന്ന ഒരു ആത്മാവിനല്ല, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ പകർന്നുകൊണ്ട് എന്നെ, ആമേൻ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ വിളിച്ചു ചേർത്തിരിക്കുന്ന ആ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, ഇന്ന് പ്രഭാതത്തിൽ ഏകദേശം 26 കുടുംബങ്ങൾ ഇതിനകത്തിരുന്നു കൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു തുടങ്ങട്ടെ. ആത്മസാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. വേഗത്തില് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം അതിന്റെ, ആമേൻ, ഹല്ലേലൂയ, 2 രാജാക്കന്മാർ, 2 കിങ്സ്, ആമേൻ, ചാപ്റ്റർ 6 വാസ്, ആമേൻ, 16 ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. ആമേൻ, അതിനവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്നറിയാമോ? 6-ാം രാജാവിന്റെ മുൻപിൽ നിന്നും ഏലിയാവ്, ആമേൻ, സ്തോത്രം, യാത്ര തിരിച്ചു പോകുമ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, തന്റെ മുൻപിലേക്ക് കടന്നു വരുന്ന പ്രതികൂലത്തിനെ നോക്കിക്കൊണ്ട്, ആമേൻ, ദേവദാസൻ വിളിച്ചു പറയുകയാണ്. അതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റു, പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അവൻ അടുത്ത പദത്തിലാണ് പറയുന്നത്, അതിന് അവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ആരെങ്കിലും ഉണ്ടോ? 2 പേര് മാത്രം. പക്ഷെ പറയുന്ന വേർഡ് ഇങ്ങനെയാണ് പറയുന്നത്: പേടിക്കേണ്ട, നമ്മോട് കൂടെ ഉള്ളവർ എന്നാ പറഞ്ഞത്. ഉള്ളവൻ എന്നല്ല പറഞ്ഞ, ഉള്ളവർ എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ കൂടുതലുണ്ട്, ഒന്നിൽ കൂടുതൽ പേരുണ്ട്. അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പറയാൻ കഴിയണം, ആമേൻ, ശത്രു എന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ആ ശത്രുവിനേക്കാൾ അതിനേക്കാട്ടിൽ വലിയ, അതിലും വലുതായിട്ടുള്ള, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ശക്തി എന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധമുണ്ടെന്നുണ്ടെങ്കിൽ, അതിനകത്തിൽ ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാൻ ധൈര്യമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ജയിക്കുന്ന ഒരു ആത്മശക്തി, ഹല്ലേലൂയ, നമ്മുടെ അകത്തുണ്ടെന്നുള്ളത് വിശ്വസിച്ചോണം കേട്ടോ. ഹല്ലേലൂയ. എത്ര വലിയ പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വന്നു കഴിഞ്ഞാലും, ഹല്ലേലൂയ, ഏലിയാവ് പറഞ്ഞത് കേട്ടോ, തന്റെ പരിചാരകനോട് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, അവരെക്കാട്ടിലും കൂടുതൽ എന്നെ ഉറപ്പാണ്. ഒരു പ്രവാചകനാണ്. കാരണം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, എവിടെയൊക്കെ കയറി ചെന്നിട്ട് അവൻ തന്റെ അകത്ത് കിടന്ന ആത്മശക്തിയെ ധൈര്യത്തോട് വിളിച്ചു പറഞ്ഞവൻ. ഹല്ലേലൂയ. അടുത്ത 17-ാമത്തെ വാക്യം കൂടെ ഞാനൊന്ന് ചേർത്ത് വായിച്ചു പോവുക. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കേണമേ. ഇവൻ കാണത്തക്കവണ്ണം, എന്റെ മുൻപിൽ നിൽക്കുന്ന സൈന്യത്തെ ഇവന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി പറയണം ഇന്ന് പ്രഭാതത്തിൽ. അവൻ ശത്രുവിന്റെ കണ്ണിനെ തുറപ്പിച്ച്, അവൻ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് ആരാണെന്നുള്ളത് അവനെ കാണിച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകലിൽ ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിനോട് ഞാൻ ആത്മാവിൽ ദൂതറിയിപ്പിക്കുന്നു. അവൻ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. എന്റെ കൂടെ നിൽക്കുന്നവൻ ഈ ലോകത്തെ ജയിച്ചവനാണെന്നുള്ളത്. അല്പസമയം അന്യഭാഷകളിൽ ഒന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് പ്രഭാതത്തിൽ ദൈവശക്തി ആമേൻ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, ചില അനുഗ്രഹത്തിന്റെ വഴികളിലൂടെ 1-2 കാര്യങ്ങളോടൊന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ആരുടെയൊക്കെ ശരീരത്തിന്റെ മേൽ തൊടുന്നു എന്ന്, ആരുടെയൊക്കെ ജീവിതത്തിന്റെ കണ്ണുകളെ തുറപ്പിക്കുന്നു എന്ന്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നീ എന്തിൽ വിശ്വസിക്കുന്നു? നീ ആരിലാണോ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ, അവൻ നിന്റെ ഉപനിധി തന്നെയാണ്. അവൻ നിന്നെ തകർത്തു
കളയത്തില്ല. പിന്നെയോ അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ പറയുന്നത് കേട്ടോ, അവന്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. കൂടെ നിൽക്കുന്നവന്റെ കണ്ണു തുറന്നു. ആമേൻ. അവൻ വിളിച്ചത് ആദ്യം എന്താ പറഞ്ഞത്? വലിയ സൈന്യം വരുന്നുണ്ട്. ആമേൻ, സ്തോത്രം. കുതിര, പക്ഷേ കൂടെ നിൽക്കുന്നവന്റെ കണ്ണിനകത്തിലേക്ക് ദൈവത്തിന്റെ ഇവൻ ഏലീശ പ്രാർത്ഥിച്ചപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ കണ്ണുകൾക്കകത്ത് ആമേൻ കാണുവാൻ കഴിഞ്ഞു. ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആമേൻ അവരെക്കാട്ടിലും വലിയൊരു ആമേൻ, സ്തോത്രം, അവരൊരു സൈന്യമാണെന്നുള്ളത് കൂടെ നിൽക്കുന്നവന് പോലും മനസ്സിലായി. ഹല്ലേലൂയ. ഞാൻ ഈ പ്രഭാതത്തിൽ പറയും, നിന്റെ കൂടെ നിൽക്കുന്നവൻ, നിനക്കെതിരെ നിൽക്കുന്ന ശത്രു നിനക്കെതിരെ പോരാടി വരുമ്പോൾ നിന്റെ കൂടെ അവന് തിരിച്ചറിയണം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ കൂടെ നിൽക്കുന്നത് ആമേൻ ഈ ലോകത്തെ ജയിച്ചവന്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ചരിത്രം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഒരു ദൈവമനുഷ്യൻ അല്പം പണവുമായിട്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. ആ യാത്ര ചെയ്ത് അവിടെ ചെന്നിരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, അദ്ദേഹത്തിന്റെ ഭവനത്തിനകത്തിൽ കയറുമ്പോൾ ആ ഭവനത്തിനകത്തിൽ അതിന്റെ ചുറ്റും ഒത്തിരി കൊള്ളക്കാര് അദ്ദേഹത്തിന്റെ കരത്തിൽ നിന്നും പണം മോഷ്ടിക്കാൻ വേണ്ടി കടന്നു വന്നു എന്ന് ആമേൻ പറയപ്പെട്ടു. അത് ആര് അദ്ദേഹത്തിന് പണം കൊടുത്തു? അതൊരു സഭയ്ക്കകത്ത് നിന്ന് കൊടുത്തതെന്നാണ് ആമേൻ ഞാൻ കേട്ടറിവാണ്, അങ്ങനെ പറയപ്പെടുന്നു. അതിനുശേഷം ഏകദേശം 26 പേരോളം ആ ദൈവദാസന് ഒരു ഹൃദയത്തിനകത്തിൽ ഒരു തോന്നലുണ്ടായി, ഈ മനുഷ്യൻ ഈ പണം കൊണ്ടുപോയിരിക്കുകയല്ലേ, ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ആമേൻ. സഭയ്ക്കകത്ത് കയറിയിരുന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 26 പേര് ഒരു രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ആമേൻ, ഈ മനുഷ്യൻ ആ ഭവനത്തിനകത്തിൽ ചെന്ന് കിടന്നുറങ്ങുമ്പോൾ ഈ പണം കൊണ്ടുപോയ വ്യക്തി അദ്ദേഹത്തിന്റെ ആമേൻ ആ പണം മോഷ്ടിക്കുവാനായിട്ട് അവിടുത്തെ ആമേൻ അദ്ദേഹത്തെ അത് കൊള്ളയടിക്കാൻ വേണ്ടി കുറെ കൂട്ടര് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവര് നോക്കുമ്പോൾ 26 പട്ടാളക്കാര് ആമേൻ ആ ഭവനത്തിന്റെ 4 ചുറ്റിലും നിൽക്കുന്നതായിട്ട് ആ കൊള്ളക്കാര് കാണുവാൻ ഇടയായിത്തീർന്നു. അവര് ആമേൻ, സ്തോത്രം, അത് കണ്ട് ഭയന്ന് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ആമേൻ. ഇങ്ങനെ ഒരു ചരിത്രം പറയുകയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നടന്നതായിരിക്കത്തില്ല, എന്തോ ആയിക്കോട്ടെ, വട്ട് എവർ ഇറ്റ് ഈസ്, അത് നമുക്ക് ഒരു വിഷയമല്ല. പക്ഷെ ചരിത്രം ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് അനേകരുടെ അത്തരത്തിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? ആമേൻ, സ്തോത്രം, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു പ്രാർത്ഥിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും വരുന്ന അല്ലെങ്കിൽ ആ പ്രതികൂലത്തിനെ കാണുവാൻ കഴിയും. ആമേൻ, സ്തോത്രം. ഇവനെ തൊടാൻ പറ്റത്തില്ല, ഇവൻ മറ്റൊരു മേഖലയ്ക്കകത്താണ് നിൽക്കുന്നത്. ഒരാത്മമണ്ഡലത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ ആമേൻ പിശാചിന് തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? നമ്മൾ ആമേൻ, സ്തോത്രം, ഈ ആമേൻ 12 പേരുടെ ഒരു ചെറിയൊരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. ആ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കകത്ത് അത് ചെയിൻ പ്രെയർ ആണ്. അത് നഷ്ടപ്പെടാതെ അതിനെ നിലനിർത്തണമെന്ന് പറയുന്നതിന്റെ ആമേൻ, സ്തോത്രം, അതിന്റെ ആൻസർ ഇതാണ്. നമ്മൾ ഒരു കൂട്ടരിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ വ്യക്തിക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു അസാധാരണമായ ഒരു പ്രൊട്ടക്ഷൻ അവിടെ ലഭിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ ആ പ്രൊട്ടക്ഷന്റെ അകത്താണ് നിൽക്കുന്നത്, എന്നെ അതുകൊണ്ട് ഒരു ശക്തിക്കും തോൽപ്പിക്കാനായിട്ട് കഴിയത്തില്ല. വേഗത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ആമേൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ ആമേൻ, സ്തോത്രം, 26-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. ആമേൻ. ജനസസ് ചാപ്റ്റർ 26 വാസ് ആമേൻ, ഹല്ലേലൂയ, 24. ആമേൻ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. പിതാവിനോട് ആമേൻ ദൈവം അരുളപ്പാട് ചെയ്തു, ഞാൻ നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുമെന്ന്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി പ്രതികൂലങ്ങൾ വന്നു. അവിടെ 22-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ പറയുന്നു, ആമേൻ, സ്തോത്രം, ചില കിണറുകൾ കുഴിച്ചു. ആമേൻ, സ്തോത്രം, അവിടെ ആമേൻ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷെ എന്നാൽ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ ദൈവത്തിന്റെ ആത്മാവ് അവനോട് സംസാരിക്കാൻ തുടങ്ങി. അതിനൊരു പേരിട്ടു, രഹബോത്ത് എന്ന് അവിടെ പേരിടാൻ ഇടയായിത്തീർന്നു. എന്താ കാരണം? ആമേൻ, സ്തോത്രം, അവിടെ ആമേൻ വർദ്ധിക്കുമെന്നുള്ളത്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ, നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവന് രഹബോത്ത് എന്ന് പേരിട്ടു. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം,
ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറയുന്നു, ഏമേൻ, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഞാൻ വേഗത്തിൽ ഇതിനകത്ത് നിന്ന് ഒത്തിരി ചിന്തിക്കുവാനുള്ളതാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10 പറയുന്നു, 41:10 പറയുന്നുണ്ട്. ഹല്ലേലൂയ. ബലഹീനതയിലുള്ള ശക്തി, അതാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ചൊന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കപ്പെടട്ടെ. കേട്ട ദൈവശബ്ദത്തോട് പ്രതികരിക്കുക. ഈ പറഞ്ഞ വേദഭാഗം ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ആമേൻ, സ്തോത്രം. ആത്മാവിന്റെ സാന്നിധ്യം വഹിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിനകത്തില് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ആമേൻ, ഹല്ലേലൂയ. ഭയപ്പാടിന്റെ ആത്മാവിനെ ചുമക്കുന്നവരല്ല നമ്മൾ. ആമേൻ, സ്തോത്രം. അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ചുമക്കുന്നവരായി മാറട്ടെ. പ്രഭാതത്തിൽ കണ്ണുകൾ അടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സ്വർഗീയനാഥ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വലിയ സാന്നിധ്യത്തിനായിട്ട് നന്ദി, ഞങ്ങളുടെ കൃപയ്ക്കായിട്ട് നന്ദി. കടന്നു വന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുകയും അനുഗ്രഹത്തിന്റെ വേടുകൾ കേൾക്കുകയും ചെയ്ത ഓരോ വ്യക്തികളെയും ഞാൻ ആത്മാവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പറയും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കൃപയോട് കേട്ടുത്തരം അരുളണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.